അപ്പം നമ്മൾ 2 ദിവസത്തെ ഗുരുവായൂർ യാത്ര പോവാണ്. ഉറക്കൊക്കെ കഴിഞ്ഞ് പായ്ക്കുട്ടനെ എണീറ്റിരിക്കുന്നു. ദുർഗമ്മ പുറകിൽ പോയി. അപ്പം ഞങ്ങൾ ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യും. നാളെ രാവിലെ ഭഗവാനെ തൊഴുത് അവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പം ഞങ്ങൾ പോകുന്ന വഴി കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കയറിയ ശേഷം ഞങ്ങൾ വൈമാളിലൊന്ന് കയറി തൃപ്രയാറുള്ള അവിടുന്ന് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ വീണ്ടും ഗുരുവായൂരേക്കുള്ള യാത്ര തുടർന്നു. അപ്പോൾ ഏത് മാളിൽ കയറിയാലും ദുർഗമ്മയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഫോറം മാളാണ്. കാരണം ഞങ്ങൾ മരടിലുള്ള ഫോറം മാളിലാണ് ദുർഗേനെ മിക്കപ്പോഴും കൊണ്ടുപോകാറ്. അപ്പോൾ അതുകൊണ്ട് എവിടെ ചെന്നാലും ദുർഗയുടെ ധാരണ ഫോറം മാളാണെന്നാണ് കേട്ടോ. വൈമാളിയിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ കുറേ പോയതിന് ശേഷം ഞങ്ങൾ ചാവക്കാട് ഇറങ്ങിയാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. ചാവക്കാട് ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭഗവാനെ തൊഴാൻ പോകുന്നതുകൊണ്ട് നമുക്ക് നോൺ വെജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ പക്ഷേ നോണും വെജുമുള്ള ഒരു ഹോട്ടലിലാണ് പക്ഷേ ഞങ്ങൾക്ക് കയറേണ്ടി വന്നത്. അപ്പം മസാല ദോശ കഴിക്കണം എന്നൊരു പ്ലാനായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ അതെല്ലാം വിഫലമായിപ്പോയി. അവിടെ മസാല ദോശ ഉണ്ടായിരുന്നില്ല. പൊറോട്ട, ചപ്പാത്തി, പിന്നെ കുഴിമന്തി, ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ കണ്ണനും പവിക്കുട്ടനും പൊറോട്ടയാണ് വാങ്ങിയത്. വലിയ താല്പര്യം പൊറോട്ട കഴിക്കാനുണ്ടായിരുന്നില്ല. രാത്രിയിൽ ഇനി കഴിച്ചിട്ട് ഇനി വയറിൽ പിടിച്ചില്ലേ പണിയാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ കഴിക്കേണ്ടി വന്നു. അപ്പം മസാല ദോശ കഴിക്കണമെന്ന് ആഗ്രഹത്താലിരുന്ന അമ്മയ്ക്ക് പൊറോട്ട പൊതുവേ അമ്മയ്ക്ക് കഴിക്കണ ഇഷ്ടമല്ല. പക്ഷേ എന്തോ സഹികെട്ട് കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അമ്മയെ സംബന്ധിച്ചിടത്തോളം. നമ്മളതിന് ഗോബി മഞ്ചൂരിയനും അതുപോലെ തന്നെ പനീർ ബട്ടർ മസാലയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ദുർഗമ്മയ്ക്ക് അത് രണ്ടും വേണ്ടിയിരുന്നില്ല. അപ്പോൾ അവൾക്ക് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. അപ്പം പവിക്കുട്ടനും ഞാനും കൂടി അത് ഷെയർ ചെയ്ത് കഴിക്കേണ്ടി വന്നു. അവളെ സംബന്ധിച്ചിടത്തോളം അധികമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. റൂം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പാടി റീജൻസിയിലായിരുന്നു നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല ഒരു റൂം തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പം ഞങ്ങളൊരു 1 മണി 1:30 കൂടിയാണ് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പവിക്കുട്ടനൊക്കെ എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. രാവിലെ കുറേ വിളിച്ചു. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. ഒരു ദുർഗമ്മേനെ തിരിച്ചു മറിച്ചും വിളിക്കുന്നുണ്ട്. പക്ഷേ ദുർഗമ്മ ഒന്ന് അനങ്ങണം കൂടെ ഉണ്ടായിരുന്നില്ല. മടിച്ച് ഉറങ്ങുമായിരുന്നു.
ദുർഗ വിളിക്കണുണ്ടോ എന്ന് പോലും ദുർഗ അറിയുന്നില്ല. അതുപോലെ ദുർഗ സുഖമായിട്ട് ഉറങ്ങുകയാണ്. പിന്നെ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെയാണ്. കണ്ണനൊക്കെ റെഡിയാകുന്ന കഴിഞ്ഞ ശേഷമുള്ള രംഗമാണിത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അച്ഛയ്ക്ക് വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ തലേന്നൊരു 2-2:30 ആയപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേന്ന് വെളുപ്പിന് ട്രെയിനിനാണ് അച്ഛൻ വന്നത്. അപ്പോൾ അച്ഛയും കൂടെ വന്ന ശേഷം പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡിയായി ഭഗവാനെ തൊഴാനായിട്ട് ഞങ്ങൾ പോവാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. അവിടെ ചെന്ന് വാശി പിടിച്ച ദുർഗമ്മ കരഞ്ഞപ്പോൾ ഞാൻ ഫോണെടുത്ത് കാണിച്ചു. ഫോൺ കാണിക്കുമ്പോൾ സ്വന്തം മുഖം, കരഞ്ഞ മുഖം കാണുമ്പോൾ ആൾക്കൊരു ചമ്മലുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള നാണവും ചിരിയും ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അച്ഛയും പവിക്കുട്ടനും അമ്മയും അതുപോലെ കണ്ണനും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് വരാനായിട്ട്. ഇപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് ഗുരുവായൂർ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹോട്ടൽസും എല്ലാം ഭയങ്കര തിരക്കാണ്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനും കണ്ണനും അമ്മയും പവിക്കുട്ടനും മസാല ദോശയാണ് കേട്ടോ കഴിച്ചത്. അച്ചാച്ചയും പൊന്നൂസും നെയ് റോസ്റ്റാണ് കഴിച്ചത് കേട്ടോ. ദുർഗ പിന്നെ നെയ് റോസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നുള്ളിപ്പെറുക്കി കഴിക്കലേ ഉള്ളൂ. അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ ആരെങ്കിലും കഴിക്കണം. അവളെ സംബന്ധിച്ചിടത്തോളം ഹോട്ടലിൽ പോകണം, കഴിക്കണം എന്ന് മാത്രം പറയുന്നതല്ലാതെ ആൾ കഴിക്കലൊന്നുമില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഭഗവാന് മനസ്സുകൊണ്ട് തിരിച്ച് വീണ്ടും വരാമെന്ന് ഭഗവാനോട് മനസ്സാൽ ആഗ്രഹിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു തിരിച്ചുള്ള യാത്രയിലാണ്. അപ്പോൾ പോരും വഴി ഇങ്ങനെ എവിടെയാണ് ഇനി പോകേണ്ടതെന്ന് ഞങ്ങൾ ആലോചിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒടുവിൽ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു.